മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ജയിൽ ടാസ്ക് നടക്കുകയാണ്. അനീഷും ആദിലയും ചേർന്ന് ഒരുമിച്ച് ഒരു മാല കോർക്കുകയാണ്, അതും 1000 മുത്തുകൾ ഉപയോഗിച്ച്. ആ സമയത്ത് അവർക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി, അവരോട് സംസാരിക്കാൻ വേണ്ടി രണ്ടുപേരുടെയും ഉറ്റ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പാർട്ട്നേഴ്സായ നൂറയും ഷാനവാസും വന്നിരിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളെ വെറുതെ ഇരുത്തി ബിഗ് ബോസ് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. കാരണം ഈ ഒരു 9 മണി കഴിഞ്ഞപ്പോഴാണ് ടാസ്ക് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഷാനവാസൊക്കെ ചോദിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചല്ലോ, എന്തൊക്കെ കാര്യമാണ് സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത്, ഞാനും ആദിലയും കൂടി എറണാകുളത്ത് ഒരു ബൊട്ടീക്ക് തുടങ്ങാൻ പോവുകയാണ്. അദിനീഷ് എന്നാണ് ആ ബൊട്ടീക്കിൻ്റെ പേരെന്ന് ആദില പറയുന്നു. അങ്ങനെ അവർ ഒന്ന് രണ്ടും പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ആദിലയോട് അനീഷ് ചോദിക്കുന്നു, ആദില എൻ്റെ മുതുകത്തിടിച്ചത് ഞാനൊരു വലിയ പ്രശ്നമാക്കണോ? അപ്പോൾ ആദിലയൊന്നും മിണ്ടുന്നില്ല, ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നത്, എൻ്റെ കണ്ണിൽ കരട് കിടന്നിട്ട് ഞാൻ അങ്ങനെ പറയില്ല. കാരണം കഴിഞ്ഞ തവണ ടാസ്കിനിടയിൽ ഞാൻ ഷാനവാസിൻ്റെ കൈ കടിച്ചു മുറിച്ചതല്ലേ, അതുകൊണ്ട് ഞാനതൊരു പ്രശ്നമാക്കില്ല. എനിക്കതൊരു പ്രശ്നമാക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? അപ്പോൾ ഷാനവാസ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് അറിയാമായിരുന്നല്ലേടാ അതെൻ്റെ വിരലായിരുന്നു എന്ന്, എന്നിട്ട് നീ മനഃപൂർവ്വം ചെയ്തതാണോ? അപ്പോൾ അനീഷ് പറയുന്നത്, അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ചെയ്തത് ഒരു തെറ്റാണ്. അപ്പോൾ ആദില ചെയ്ത തെറ്റ് ഞാൻ വലിയ പ്രശ്നമാക്കില്ല എന്ന്. ഇന്ന് രാവിലെ കൂടി അക്ബറും ആര്യനും ആദിലയും കൂടി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത്, അനീഷ് ആദില മുതുകത്തിടിച്ചത് ഒരു പ്രശ്നമാക്കാതിരുന്നത് ചിലപ്പോൾ ഇടിച്ചത് അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ടാസ്കിനിടയിലല്ലേ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവരുടെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ് അനീഷിന് അതൊക്കെ അറിയാം. പക്ഷേ ടാസ്കിനിടയിൽ അനീഷിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലൊരു തെറ്റ് സംഭവിച്ചതുകൊണ്ട് തന്നെ അനീഷിന് ആദിലയെ കുറ്റം പറയാൻ യോഗ്യതയില്ലെന്നാണ് അനീഷ് തന്നെ പറയുന്നത്. ടാസ്കിനിടയിൽ അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അനീഷ് ഒരു പ്രശ്നമാക്കുമായിരുന്നു. ഇതെന്തായാലും ടാസ്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അനീഷ് കാണുന്നത്. അങ്ങനെയുള്ള സംസാരങ്ങളാണ് നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.